ബൈക്കിൽ ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് ചുറ്റിക്കറങ്ങുന്ന കോഴിക്കോടുകാരിയെ പരിചയപ്പെടാം. ചാത്തമംഗലം സ്വദേശിനി പ്രവീണയുടേത് വെറുതെ ഒരു ബൈക്ക് യാത്രയല്ല. ആസിഡാക്രമണങ്ങൾക്കെതിരെ സന്ദേശവുമായി ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുഴുവൻ ബുള്ളറ്റിൽ ചുറ്റിയ കഥയാണ് ഈ 27-കാരിക്ക് പറയാനുള്ളത്. ബൈക്ക് യാത്രയ്ക്കൊപ്പം സാമൂഹ്യ പ്രവർത്തനവും പ്രവീണ മറക്കുന്നില്ല. മുതൽ തുടങ്ങിയതാണ് പ്രവീണയുടെ ഇന്ത്യയെ തൊട്ടറിഞ്ഞുള്ള ഏകാന്ത ബൈക്ക് യാത്ര. പതിവ് പാതകൾ വിട്ട് ഉൾഗ്രാമങ്ങളിലൂടെയാണ് പലപ്പോഴും യാത്ര. ഇന്ത്യയിൽ സോളോ റൈഡിംഗിൽ ഇത്ര ദൈർഘ്യമേറിയ യാത്ര നടത്തിയവർ വിരളം. ആസിഡ് ആക്രമണങ്ങൾക്കെതിരെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയും മധ്യ ഇന്ത്യയിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും പ്രവീണ പ്രതിഷേധ യാത്ര നടത്തി. ആസിഡ് ആക്രമണങ്ങൾക്കിരയായവരെ കണ്ടുമുട്ടി സഹായം ചെയ്തു. യാത്രക്കിടെ റോഡരികിൽ അപകടത്തിൽപ്പെട്ട നിരവധി പേർക്ക് പ്രവീണ കൈത്താങ്ങായി. യാത്രക്കിടെ കര, നാവിക, വ്യോമസേനാ താവളങ്ങളും സന്ദർശിക്കും. അതിർത്തി കാക്കുന്ന സൈനികരെ കാണും. ഒപ്പം നിരവധി അനാഥർക്കും പ്രവീണ തണലാണ്. സോളോ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ ഇംപ്രൂവ്മെൻറ്റിന് വളരെ നല്ല ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മെച്ചപ്പെടും. ചണ്ഡീഗഡിൽ ബാങ്ക് ജീവനക്കാരിയായ പ്രവീണ ഇന്ത്യക്കപ്പുറം ഭൂട്ടാനും നേപ്പാളും ചുറ്റിക്കഴിഞ്ഞു. ഇനി ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ റൈഡ് നടത്താൻ ഒരുങ്ങുകയാണ്. നിതീഷ് ബാലൻ, മീഡിയ 1, കോഴിക്കോട്.